ഇതാ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ പ്രവാചകന്റെ അനുയായികൾ, ആ സ്വഹാബത്തിന്റെ പിന്മുറക്കാരാണെങ്കിൽ ഇവിടെ വന്ന സഖാഫിമാർ, ആ സഖാഫിമാരെ കൊണ്ടുവന്ന ആളുകൾ, അവർ മറുപടി പറയണം, അവർ തെളിവ് പറയണം. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവയുടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പിന്മുറക്കാരാണെങ്കിൽ അവർ മറുപടി പറയണം. സ്വഹാബത്താരെങ്കിൽ നബിദിനാഘോഷം കഴിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിദിനാഘോഷം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ നബിദിനാഘോഷം കഴിക്കുന്നുണ്ട്. നിങ്ങൾ സഹാബത്തിന്റെ പിന്മുറക്കാരാണെങ്കിൽ അതിന് നിങ്ങൾ രേഖ കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഏതെങ്കിലും സഹാബിമാർ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ മറുപടി പറ. ഖബർ കെട്ടിപ്പൊക്കുകയും ഇന്ന് നമ്മുടെ നാടുകളിൽ നിങ്ങളുടെ നിയന്ത്രണങ്ങളിലുള്ള പള്ളികളിൽ, ഓരോ പള്ളികളിലും അതാ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളാണ്. അവിടെ സിയാറത്തിന്റെ മറവിൽ, ഇസ്ലാം അനുവദിച്ച സിയാറത്തിന്റെ മറവിലതാ അവിടെ പല രൂപത്തിലുള്ള ഏർപ്പാടുകളാണ്. അല്ലേ, ആന വിരണ്ടോടുകയാണ്, ആളുകളെ കൊന്നുകളയുകയാണ്, ചെണ്ടമേളങ്ങളാണ്, വാദ്യമേളങ്ങളാണ്, വെടിക്കെട്ടുകളാണ്, മുച്ചീട്ടുകളികളാണ്, മദ്യപാനങ്ങളാണ്, സിനിമാറ്റിക് ഡാൻസുകളാണ്. ഏത് സഹാബിയാ ഇത് പഠിപ്പിച്ചത്? ഏത് സഹാബിയാ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് സഹാബിയിൽ നിന്നാ നിങ്ങൾക്ക് രേഖ ഉദ്ധരിക്കാൻ കഴിയുക? നിങ്ങൾ സഹാബത്തിന്റെ മാർഗത്തിലാണ് എന്നല്ലേ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ആ സ്വഹാബത്തിന്റെ പിൻഗാമികളാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ശരി, ഏത് സഹാബിയാ ഉറൂസ് നടത്തിയത്? ഏത് സഹാബിയാ ജാറം മൂടിയത്? ഏത് സഹാബിയാ പ്രിയമുള്ളവരെ വിളക്ക് കത്തിച്ചത്? കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുണ്ടാക്കിയത്? അവിടെ പച്ചപ്പുതപ്പിട്ടത്? അവിടെ തവാഫ് ചെയ്തത് ആരാ? ഏത് സഹാബിയുടെ മാതൃകയാ നിങ്ങൾക്ക് കാണിക്കാനുള്ളത്? നിങ്ങൾ മറുപടി പറ. ഇതിനൊക്കെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏർപ്പാടുകൾക്ക്, ഈ ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും എല്ലാം വക്താക്കളായി നിങ്ങളിതാ ഈ സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ സഹാബത്തിന്റെ പിൻഗാമികളാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? മരണത്തിന് നിങ്ങൾക്ക് പേടിയില്ലേ? മഹ്ശറയെ നിങ്ങൾക്ക് പേടിയില്ലേ? പരലോകത്തെ നിങ്ങൾക്ക് പേടിയില്ലേ? വിചാരണയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലേ നിങ്ങൾക്ക്? മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. അവിടെ പരലോകം നിങ്ങൾ മോഷ്ടിക്കുകയാണ്. ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയ ജനങ്ങളായി ഈ സമൂഹത്തെ നിങ്ങൾ മാറ്റുകയാണ്. ഈ ജനതയോട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക, പ്രവാചകന്റെ ചര്യ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക, സഹാബത്തിന്റെ മാതൃക നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക. നിങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകൾക്ക് സഹാബത്തിന്റെ ഒരു മാതൃകയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഏതെങ്കിലും സഹാബിമാർ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതിയിട്ടുണ്ടോ? സ്വഹീഹായ രേഖ നിങ്ങൾ കൊണ്ടുവാ. അതുപോലെ തന്നെ ഏത് സഹാബിയാ മാല മൗലൂദുകൾ പാടിയത്? ഏത് സഹാബിയാ കുതുബിയത്ത് പാടിയത്? ഏത് സഹാബിയാ നാരിയ സ്വലാത്ത് ചൊല്ലിയത്? ഏത് സഹാബിയാണ് അതേ കഞ്ചുൽ അർശ് ചൊല്ലിയത്? ഏത് സഹാബിയാണ് ഹദ്ദാദ് റാത്തീബ് നടത്തിയത്? ഏത് സഹാബിയാണ് നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സ്വലാത്ത് കച്ചവടം നടത്തിയത്? ഏത് സഹാബിയാണ് മദീനയിലേക്ക് സ്വലാത്ത് ചവിട്ടിക്കയറ്റിയത്? ഏത് സഹാബിയാണ് ഏത് ജാറമാണ് ലേലം ചെയ്തത്? ഏത് സഹാബിയാണ് അതേ ജാറങ്ങൾ കെട്ടിപ്പൊക്കിയത്? നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവാ. നിങ്ങൾ ആ സ്വഹാബത്തിന്റെ പിൻഗാമികളാണെങ്കിൽ ഈ മുസ്ലിം സമുദായത്തെ കൊണ്ട് ഈ ശിർക്ക് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ രേഖ കൊണ്ടുവാ. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ രേഖ കൊണ്ടുവാ, തിരുസുന്നത്തിൽ നിന്ന് തെളിവ് കൊണ്ടുവാ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ മുസ്ലിം സമൂഹത്തിൽ അടിച്ചിറക്കിയിട്ടുള്ള സബീന കിതാബുകള്, മാലകള്, പല രൂപത്തിലുള്ള ദിക്റുകളുണ്ട്. ബീരാൻ ഔലിയാപ്പാപ്പാടെ ദിക്റുണ്ട്. ഹാ ഹീ ഹൂ അല്ലാ, ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ തലവല വാലയില്ലല്ലാ. ഇത്തരത്തിലുള്ള ദിക്റുകൾ ആരാ പഠിപ്പിച്ചത്? അങ്ങനെയുള്ള ഔലിയാപ്പാപ്പമാരെ ആരാ പഠിപ്പിച്ചത്? ഏത് സഹാബിയാ ഈ ദിക്റ് ചൊല്ലിയത്? ഹാ അല്ലാ എന്ന ചൊല്ലിയ ദിക്റ് ചൊല്ലി ആരാണുള്ളത്? ഏത് സഹാബിയാ ഉള്ളത്? ഹൂ അല്ലാ എന്ന ദിക്റ് ചൊല്ലി ഏത് സഹാബിയാ ഉള്ളത്? ലാ കണ്ണയില്ലല്ലാ എന്ന് 100 പ്രാവശ്യം ചൊല്ലിയ, ലാ പുക്കളയില്ലല്ലാ എന്ന് അതേ 100 പ്രാവശ്യം ചൊല്ലിയ, ലാ തലവല വാല ഇല്ലല്ലാ എന്ന് ചൊല്ലിയ ഏത് സഹാബിയാ ഉള്ളത്? നിങ്ങളിവിടെ അതേ നിങ്ങളുടെ പാരമ്പര്യം പറഞ്ഞവരാ. ഞങ്ങൾ സഹാബത്തിന്റെ പിൻഗാമികളാണെന്ന് ഇവിടെ ആമുഖ പ്രഭാഷണം മുതൽ അവസാനത്തെ പ്രസംഗകൻ വരെ സംസാരിച്ചതാണ്. എങ്കിൽ തെളിവ് കൊണ്ടുവാ. ഈ ദിക്റ് ചൊല്ലിയ ഒരു സഹാബിയെ നിങ്ങൾ കൊണ്ടുവരൂ.
ഊരും പേരും അറിയാത്ത ഔലിയാക്കളല്ലേ ഇവിടെയുള്ളത്. ബഹുമാന്യനായ ഹുസൈൻ സലഫി എത്രയെത്ര ഔലിയാക്കളുടെ കഥകളാണ് ഇവിടെ മാലപ്പടക്കം പോലെ പൊട്ടിച്ചത്. നിങ്ങൾക്കെന്തേ ഒരു മറുപടി പറയാൻ കഴിയാതിരുന്നത്? സമീപ പ്രദേശത്തുള്ള പല ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന പല കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾക്കുള്ളിലും അതേ നിങ്ങളുടെ നേർച്ചക്കാരായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അഡ്രസ് ചോദിച്ചിരുന്നു, അവരുടെ പേര് ചോദിച്ചിരുന്നു, അവരുടെ ഊര് ചോദിച്ചിരുന്നു, അവരുടെ അഡ്രസ് ചോദിച്ചിരുന്നു. ഇവിടെ വന്ന ഒരു മുസ്ലിം അവരുടെ അഡ്രസ് പറഞ്ഞിട്ടില്ല, അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അവരുടെ ഊര് പറഞ്ഞിട്ടില്ല. ഈ ഔലിയാക്കളെ ഏത് സഹാബിയ ഇത്തരം ഊരറിയാത്ത പേരറിയാത്ത ഔലിയാക്കളെ ഏത് സഹാബിയ പഠിപ്പിച്ചത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു വലിയുണ്ടോ? ഇസ്ലാമിൽ നിസ്കരിക്കാത്ത വലിയുണ്ടോ? നിസ്കരിക്കാത്തൊരു സഹാബിയുടെ പേര് പറ, നിസ്കരിക്കാത്തൊരു സഹാബിയുടെ പേര് പറ, നോമ്പെടുക്കാത്തൊരു സഹാബിയുടെ പേര് പറ, നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്ന ഒരു സഹാബിയുടെ പേര് പറ. ആ സ്വഹാബത്തല്ല ഔലിയാക്കള്. ഇവിടെയുള്ള നിങ്ങൾ പറയപ്പെടുന്ന, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളുടെ അവസ്ഥ എന്താ? അവർ നിസ്കരിക്കുന്നില്ല, അവർ നോമ്പെടുക്കുന്നില്ല, അവർ നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുകയാണ്. ശരീഅത്ത് അവർക്ക് ബാധകമല്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന രോഗത്തിന് അടിമപ്പെട്ടപ്പോ രണ്ട് സഹാബിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിസ്കരിക്കാൻ മെഹ്റാബിലേക്ക് പോയെങ്കിൽ ഇവിടെയതാ കഞ്ചാവടിച്ചുകൊണ്ട് നടക്കുന്ന ഔലിയാക്കളാണ്. കഞ്ചാവടിച്ചാലും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. ആ കഞ്ചാവ് നിസ്കാരം നിലനിർത്താനുള്ള കഞ്ചാവാണത്രേ. ആരാ ഇത്തരം ഔലിയാക്കളെ പരിചയപ്പെടുത്തിയത്? ഇനി ഇവിടെ മുസ്ലിയാക്കന്മാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. ഇതിനൊക്കെ സഹാബത്തിൽ നിന്നുള്ള മാതൃക നിങ്ങൾ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പിൻഗാമികളാണെന്ന് പറയുമ്പോ ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോഴേ നിങ്ങള് അഹ്ലുസുന്ന വൽ ജമാഅത്താകുള്ളൂ. അല്ലാതെ തലയെക്കെട്ടും വലിയ ജുബ്ബെന്നിട്ടിട്ട് കാര്യമില്ല. തെളിവ് പറ. നിങ്ങൾ എന്തെങ്കിലും വന്നിട്ട് തൊള്ളം വിളിയും കൂട്ടിയിട്ട് എങ്കിലും അപ്പുറം കട്ടിയതോ ക്ലിപ്പിടലല്ല. വളരെ കറക്റ്റായി ആദർശം പറ. നിങ്ങൾ ജനങ്ങൾ പഠിക്കട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ. കാരണം ഇത് ആരോടെങ്കിലുമുള്ള വിദ്വേഷം തീർക്കാനുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കും കുഫറും ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാവപ്പെട്ട സമുദായം അവർ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കാൽ കീഴിൽ തലപണയം വെച്ചുകൊണ്ട് ജീവിക്കുന്നത്. അവരെയാ നിങ്ങൾ വഞ്ചിക്കുന്നത്. നാളെ പരലോകത്ത് വരുമ്പോ നിങ്ങളെ ചവിട്ടി മതിക്കും അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എവിടെ? ഞങ്ങളെ വഴിപിഴപ്പിച്ചു പോയ ആളുകൾ എവിടെ? നജ്അലുഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാൽച്ചുവട്ടിലിട്ടവരെ ഞങ്ങൾ ചവിട്ടി മതിക്കട്ടെ എന്ന് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഈ മണ്ണൻകുടിയിലുള്ള ഓരോ മുസ്ലിമും അവർ പറയുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ വഞ്ചിക്കല്ലേ, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ചതിക്കല്ലേ. അവരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മാത്രം നിങ്ങൾ കൊണ്ടുപോകൂ. അല്ലാഹുവിനോട് മാത്രം അവർ ദുആ ചെയ്യട്ടെ. അല്ലാഹയല്ലേ പ്രാർത്ഥന കേൾക്കുന്നവൻ, അല്ലാഹയല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അല്ലാഹയല്ലാത്ത ആർക്കാണ് പ്രാർത്ഥന കേൾക്കാൻ കഴിയുക? ആർക്കാണ് ഉത്തരം ചെയ്യാൻ കഴിയുക? ആർക്കും കഴിയില്ല. അത് മനുഷ്യരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ. കല്ലുകൾ വരെ ആരാധിക്കുന്ന മുസ്ലിം സമൂഹമുണ്ട്. വേരുകളെ ആരാധിക്കുന്നവരുണ്ട്. കൂർത്ത കല്ല് കണ്ടാൽ അതിന്റെ മുന്നിൽ പോയി കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കല്ലൗലി ആരാധിക്കുന്ന ആളുകളുണ്ട്. വേരുകൾ ആരാധിക്കുന്ന ആളുകളുണ്ട്. അതേ കബറിൽ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത കബറിനെ പോലും ആരാധിക്കുന്ന മുസ്ലിം സമുദായമുണ്ട്. ഈ സമുദായത്തെ ഇങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോയവർ ആരാ? അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഓരോ ഉറൂസ് മഹാമഹങ്ങളുടെ അവസ്ഥ എന്താണ്? ആനകൾ മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയാണ്. ഇസ്ലാമിന്റെ പേരിലാണ്. നിങ്ങളാ ഇവിടെ വന്ന അലവി സക്കാഫിയ പറഞ്ഞത് ആനക്കെന്താ കുഴപ്പം, ചെണ്ടമേളക്കെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് മുസ്ലിം സമുദായം കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് നിങ്ങൾ കൈകഴുകുകയാണ്. നിങ്ങൾക്ക് കൈകഴുകാൻ കഴിയില്ല. നിങ്ങളാ ഇതിന് പ്രോത്സാഹനം കൊടുത്തത്, നിങ്ങളാ ഈ ആനവരവുണ്ടാക്കിയത്, നിങ്ങളാ പെട്ടിവരവുണ്ടാക്കിയത്. വെടിക്കെട്ട് പോലും നടത്തൽ നിർബന്ധമാണ് എന്ന് നിങ്ങൾ പുസ്തകത്തിൽ എഴുതിവിട്ടത് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കൈ കഴുകുകയാണോ? നിങ്ങൾ രേഖ കൊണ്ടുവാ, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ നിൽക്കുന്ന ആദർശത്തിന്റെ ശക്തമായ വിശുദ്ധ ഖുർആനിന്റെ തെളിവുണ്ടെങ്കിൽ, പ്രവാചക ചര്യയുടെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ.
നിങ്ങൾ കൊണ്ടുവരൂ, ഇവിടെ അവതരിപ്പിക്കൂ. നിങ്ങളുടെ കയ്യിൽ യാതൊരു തെളിവിന്റെ കച്ചിത്തുമ്പ് പോലുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരായ മുസ്ലിങ്ങളോടാ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളെ ഏതെങ്കിലും നിലയ്ക്ക് ചൂഷണം ചെയ്യുന്നില്ല. ഒരു 5 രൂപയുടെ കോഴിമുട്ട കൊണ്ടുവന്ന് 500-ന് വിളിച്ചോ എന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല. സലാത്ത് ചൊല്ലിത്തരാം, ഞങ്ങളുടെ കൈകളിൽ വന്ന് മുസാഫത്ത് നടത്തിക്കോ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ അടുക്കൽ പണം കൊണ്ടുവരോ, ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരാമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല. നാളെ പരലോകമാണ്. റബ്ബിന്റെ കോടതിയിൽ ഈ സംസാരിക്കുന്ന ഞാനുണ്ടാകും, ഈ കേൾക്കുന്ന നിങ്ങളുണ്ടാകും. അള്ളാന്റെ കോടതിയിൽ നമ്മൾ കടന്നു വരും. ആ റബ്ബിന്റെ മുന്നിൽ ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും ഒറ്റക്കൊറ്റക്കാട്. അവിടെ രക്ഷപ്പെടാൻ പ്രിയമുള്ളവരെ, അതിന്റെ മാർഗമാണ് ഞങ്ങൾ വിശദീകരിച്ചത്. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അത് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, ആ പ്രവാചകനെ പിൻപറ്റുക. ആ സഹാബത്ത് എങ്ങനെ പിൻപറ്റിയോ അങ്ങനെ പ്രവാചകനെ പിൻപറ്റുക. അവിടെ ആ പ്രവാചകന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ്. അവർ നബിദിനം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നബിദിനം കഴിക്കാൻ അനുവാദമില്ല. നമ്മളൊരു പ്രത്യേക സ്നേഹക്കാരല്ല. ആ സഹാബത്ത് സ്നേഹിച്ച പോലെ സ്നേഹിക്കേണ്ടവരാണ്. അതുകൊണ്ടാ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സംസാരിച്ചു പോയ മുഴുവൻ മുസ്ലിയാക്കന്മാരോടും, അത് സക്കാഫിമാരാകട്ടെ, ഹസനിമാരാകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്ക് മുഴുവൻ ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നീ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാതെ ഞങ്ങൾ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളെ നേരിൽ നിങ്ങൾ ബിദ്അകളാണ് എന്ന് ആരോപിക്കാൻ നിങ്ങൾ പറഞ്ഞ ഓരോ രേഖയും അതിനെ ഞങ്ങൾ കൃത്യമായി കൊണ്ട് അതിന്റെ ബലാബലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ സ്വീകരിച്ച ആദർശം നിങ്ങൾക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതേ ഇന്ന് സമൂഹത്തിൽ ഇടതടവില്ലാതെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ അടിത്തറ ഇളകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആളുകളെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്ന് ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളോട് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ രേഖ കൊണ്ടുവാ. നിങ്ങളുടെ ആദർശങ്ങൾക്ക് ഇതാ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, മമ്പറന്തങ്ങളെ വിളിക്കാൻ, മുനമ്പത്ത് ബീവിയെ വിളിക്കാൻ, ഇവിടെയെല്ലാം മറമാടപ്പെട്ട് കിടക്കുന്ന കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾക്കുള്ളിൽ അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളോട് തേടാൻ ഇതാ ഞങ്ങൾക്ക് ഖുർആനിലായത്ത്, ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, അത് ജീവിതത്തിൽ പകർത്തിയ സഹാബത്ത്. ഇതാ ഇങ്ങനെ നട്ടലോടുകൂടി നിങ്ങൾ തെളിവ് പറ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാലും, എത്ര മഹല്ലൊന്നിച്ചാലും, എത്ര നിങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളിൽ ചില ക്ലിപ്പുകളുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും ഇട്ട് നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ വിഷയം പഠിക്കണമെന്നാണ്, ഇവിടെയുള്ള ആളുകൾ വിഷയം പഠിക്കണമെന്നാണ്. ആ ഒരു താല്പര്യത്തോടു കൂടെയാണ് പ്രിയമുള്ളവരെ ഈ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇടാൻ അറിയാഞ്ഞിട്ടല്ല. ഇവിടെ അലവി സക്കാഫി ക്ലിപ്പിട്ടതുപോലെ ഞങ്ങൾക്ക് ക്ലിപ്പിടാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞങ്ങൾ പരലോകത്തെയാണ് ആഗ്രഹിക്കുന്നത്. മഹ്ശറയെയാണ് ഞങ്ങൾ കാണുന്നത്. പരലോകത്തിന്റെ വിജയമാണ്, അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്.